ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിനെ 5 ആയി ക്ലാസിഫൈ ചെയ്യാം. അവയാകുന്നു ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതിലെ 4ാമത്തെ ലെയറായിട്ടുള്ള തെർമോസ്ഫിയറിലാണ് അയണോസ്ഫിയർ എന്ന ലെയറും ഉള്ളത്. ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ന്യൂമോണിക്സ് എന്നത് ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്നതാകുന്നു. ട്രസ്റ്റ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീ മെസോസ്ഫിയർ, ദി തെർമോസ്ഫിയർ, എക്സാം എക്സോസ്ഫിയർ. ഇങ്ങനെ 5 ലെയേഴ്സ് ആയിട്ടാണ് എർത്ത് അറ്റ്മോസ്ഫിയർ ഉള്ളത്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും നോക്കാം. ഫസ്റ്റ് വൺ, troposphere. Extension of troposphere is 0 to 12 km. It is higher at equator, lower at poles. Weather phenomena such as clouds, rains, storms occurs here. In the troposphere, temperature decreases with the altitude. Boundary of troposphere is called tropopause. Helicopters, light aircrafts, അതുപോലെ ബലൂൺ വിമാനങ്ങൾ എന്നിവ പോകുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന ലെയറിലൂടെയാണ്. The second layer of Earth atmosphere is called stratosphere. Extension of stratosphere is 12 to 50 km. Stratosphere contains the ozone layer. Here, temperature increases with altitude. വിമാനങ്ങൾ സാധാരണയായി പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. എന്നാൽ ഹെലികോപ്റ്ററുകളും സ്മോൾ എയർക്രാഫ്റ്റുകളും ബലൂൺ വിമാനങ്ങളും പോകുന്നത് ട്രോപ്പോസ്ഫിയറിലൂടെയാണ്. എന്നാൽ സാധാരണ വിമാനങ്ങൾ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലൂടെയാണ്. ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിൽ വരുന്ന 3ാമത്തെ ലെയറിന്റെ പേരാകുന്നു മിസോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് മിസോസ്ഫിയർ ഈസ് 50 to 80 km. ഷൂട്ടിംഗ് സ്റ്റാർസ് കാണപ്പെടുന്നത് മിസോസ്ഫിയർ എന്ന ലെയറിലാകുന്നു. 4ാമത്തെ ലെയറിന്റെ പേരാകുന്നു തെർമോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് തെർമോസ്ഫിയർ ഈസ് 80 to 700 km. തെർമോസ്ഫിയറിലാണ് അറോറ എന്ന ഫിനോമിനൻ കാണപ്പെടുന്നത്. അതുപോലെ അയണോസ്ഫിയർ ഉള്ളതും തെർമോസ്ഫിയർ എന്ന 4ാമത്തെ ലെയറിലാകുന്നു. 5ാമത്തെ ലെയറിന്റെ പേരാകുന്നു എക്സോസ്ഫിയർ. എക്സ്റ്റൻഷൻ ഓഫ് എക്സോസ്ഫിയർ ഈസ് 700 km to 10,000 km. സാറ്റലൈറ്റുകൾ ഉള്ളത് ഈ ലെയറിലാകുന്നു. സാറ്റലൈറ്റുകൾ പ്രധാനമായും 2 ലെയേഴ്സിലായിട്ട് കാണപ്പെടാറുണ്ട്. ദാറ്റ് ആർ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളും എക്സോസ്ഫിയറിൽ ഹൈ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളുമാണ് കാണപ്പെടാറുള്ളത്. ഇനി നമുക്ക് ബഹിരാകാശം, ദാറ്റ് ഈസ് ഔട്ടർ സ്പേസ് എന്താണെന്ന് നോക്കാം. ബഹിരാകാശം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ഉയരം കടന്നാലുള്ള ഭാഗങ്ങളെ നമ്മൾ ബഹിരാകാശം, അതായത് ഔട്ടർ സ്പേസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെർമോസ്ഫിയർ മുതലുള്ള ഭാഗങ്ങളെ നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നു.